അമ്മേ എന്താ ചന്നി ഇന്നെന്താണ് നമുക്ക് ലഞ്ചിന് ഡിസേർട്ട്? ഇത് ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഇന്ന് നമ്മൾ ഓരോ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ നമുക്ക് ഇന്നൊരു പുഡിംഗ് ആയാലോ? ഓക്കെ. സ്ട്രോബെറി ഇരിപ്പുണ്ട്, അതുകൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. സ്ട്രോബെറി സീസണും കൂടെ ആണല്ലോ. ഓക്കെ, കഴിഞ്ഞ ദിവസം റിലയൻസിൽ നിന്ന് കിട്ടിയതല്ലേ. എന്നാ പിന്നെ അത് നോക്കാം. എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ ഒരു എളുപ്പത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് നമുക്കത് കഴുകിയെടുക്കാം. സ്ട്രോബെറി ഒക്കെ ചെറുതായിട്ടൊന്ന് അരിയണം. എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വല്ല പുഴുക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുഴുവനോടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കേടായതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ഇനി നമുക്ക് മിക്സിയിൽ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പാൽ ഒരു സോസ് പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ ഷുഗർ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ ഒരു 1/4 ഭാഗം അതിനകത്തേക്ക് ഒഴിക്കും. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ടോപ്പിങ്ങിനായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്കത് കുറുക്കിയെടുക്കണേ. അടുപ്പിൽ വെച്ച് കൈ വിടാതെ ചെറിയ തീയിൽ ഇളക്കി പുഡിങ്ങിൻ്റെ പാകത്തിന് കുറുക്കിയെടുക്കാം. ഓക്കെ, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ പാകത്തിനായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ബട്ടർ തടവി ഒരു പാത്രത്തിലേക്ക് അത് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. കുറച്ച് സ്ട്രോബെറി അരച്ചത് നമ്മൾ മിക്സിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു ശകലം പഞ്ചസാരയും ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് ടോപ്പിങ്ങിനായിട്ട് അതും കൂടെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നല്ല സ്ട്രോബെറി കളറായി. ഇനി നമുക്ക് സെറ്റ് ചെയ്ത പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതും കൂടെ ചേർക്കാം. നമ്മുടെ സ്ട്രോബെറി പുഡിംഗ് റെഡി.